ഇതെന്നടാ ഇത് തെരഞ്ഞെടുപ്പല്ലേ? തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്ററും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വെട്ടിക്കടയിൽ പോസ്റ്ററും ഇതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇത് ആശുപത്രി കണ്ടോ? ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന കാലം തൊട്ടുള്ള ഒരു ആശുപത്രി അത്. ഇതിന്റെയൊക്കെ അവസ്ഥ ഇതാണോ? നീ ഇവിടെ ഇല്ലായിരുന്ന കാലത്ത് ഇവിടെ നടന്ന മാറ്റങ്ങൾ നീ അറിഞ്ഞു? നീ പോകുന്ന സമയത്ത് റോഡ് ഇതാണോ? അല്ല, റോഡ് ഇതല്ല. അന്ന് കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. പക്ഷെ റോഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആശുപത്രിയുടെ അവസ്ഥ ഇങ്ങനെയല്ലേ? ആശുപത്രിയുടെ അവസ്ഥ മാറി നീ അറിഞ്ഞില്ലേ? ഇല്ല, ഞാനിപ്പോ ഇതിന്റെ അങ്ങേ സൈഡില് പുറവശത്തേക്ക് പോയി നോക്കി ആശുപത്രിയുടെ കെട്ടിടം എങ്ങനെയാണ്. 3 നില ഹൈടെക് ബിൽഡിംഗ് ആണ് ഇവിടെ പണിതിരിക്കുന്നത്. അവിടെ പഴയതുപോലെ അല്ല, ഡോക്ടർമാർ, സ്റ്റാഫുണ്ട്, എല്ലാ അസുഖങ്ങളുള്ള മരുന്നുണ്ട്. ഏറ്റവും പ്രധാന പാലിയേറ്റീവ് ഒക്കെ ഉണ്ടോ? പാലിയേറ്റീവ് ഉണ്ട്, ചികിത്സ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കുറത്തുകൂടി പോലെയുള്ള അങ്ങ് വിദൂരങ്ങളിൽ ഉന്നതികളിൽ ആഴ്ചയിൽ ഒരു ദിവസം പാലിയേറ്റീവുകാർ പോകുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആശുപത്രി അല്ലേ? ഇതാണ് ഈ ആശുപത്രി. നോക്കാം. അയ്യോ, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. നീ ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ വന്നത്? നാട്ടിലും നടന്ന മാറ്റങ്ങൾ, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നാട്ടിലുണ്ടായ മാറ്റങ്ങൾ നീ കണ്ടോ? ആശുപത്രിയുടെ പുതിയ ബിൽഡിങ്ങാ. ഇന്നിപ്പോ ഞായറാഴ്ച ദിവസമായിട്ട് ഇവിടെ രോഗികളൊന്നുമില്ല. അല്ലെങ്കിൽ ഏതാണ്ട് 300ഓളം വരുന്ന OP ടിക്കറ്റുകൾ ഒരു ദിവസം ഇവിടെ എടുത്തു പോകുന്നുണ്ട്. അതനുസരിച്ച് രോഗികളുണ്ട്. ജീവിതശൈലി രോഗികളായവർക്ക് കൊടുക്കുന്ന എല്ലാവിധ മരുന്നുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അയ്യോ, ഇത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഇതല്ല ഹെൽത്തിന്റെ പ്രാഥമിക ആരോഗ്യ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ദേവിയാർ കോളനി എന്നുള്ള ഇതുണ്ടല്ലേ? ഇതിപ്പോ പഴയ ബിൽഡിംഗ് അല്ല, നമ്മൾ നല്ല ഒരു കാര്യങ്ങളായിട്ടോ. പഴയ ബിൽഡിംഗ്. പക്ഷെ ഞാൻ അതവിടെ ഫ്രണ്ടിൽ കണ്ടപ്പോഴേ എനിക്കതൊരു ഇതായി പോയി. പഴയ ഒരു ചിന്താഗതി നീ ഇരുന്നു. പഴയ ചിന്താഗതിയിലായിരുന്നു. നമ്മള് കഴിഞ്ഞ 10 വർഷത്തേക്കുള്ള മാറ്റമാണ് നമ്മുടെ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആളില്ല. 10-ാം മൈൽ ദേവിയാറിന്റെ ഏറ്റവും വലിയൊരു മാറ്റമാണിത്. അതുപോലെ ഇവിടെ VHCയുടെ കെട്ടിടം. നീ പോകുമ്പോ ഇവിടെ എത്ര മണി വരെയാണ് ഡോക്ടർ ഉണ്ടായിരുന്നത്? ഡോക്ടർ ചീട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കണം മുറയ്ക്ക് നമുക്ക് ഏത് ഡോക്ടറെ വെച്ചാൽ ആ ഡോക്ടറെ അടുത്ത് കയറി കാണാം. എല്ലാവിധ മരുന്നുകൾ. ഇപ്പൊ നമുക്ക് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്രയും സംവിധാനത്തിൽ ഒരു മരുന്ന് കിട്ടുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല. വിദഗ്ധമായ ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിനുണ്ടെങ്കിൽ മാത്രം നമുക്ക് താലൂക്ക് ആശുപത്രി പോയാൽ മതി. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യമേഖല ഏറെ മെച്ചപ്പെട്ടു. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ചികിത്സകൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലെ ആരോഗ്യ മേഖലകൾ മാറി. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആശുപത്രികൾ ഭയങ്കര ശത്രു മനോഭാവത്തോടെയാണ് ഗവൺമെന്റ് ആശുപത്രി കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ഇത്രയേറെ വികസനങ്ങൾ ഈ ഗ്രാമത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് LDF തന്നെ തുടരട്ടെ എന്ന് വെക്കാൻ ഞാനും എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം LDFിനൊപ്പം തന്നെ നിൽക്കാൻ, LDFിനൊപ്പം നിൽക്കുക. ഈ പുരോഗതി വീണ്ടും തുടർന്നു വരട്ടെ എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഓക്കെ.